إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله يتقاكم إن الله عليم خبير اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവിത്രവും പരിശുദ്ധവുമായ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി സൽക്കർമ്മങ്ങൾ കൊണ്ട് നൈരന്തര്യമുണ്ടാക്കുന്ന ഐഹിക ജീവിതം ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ധർമ്മനിഷ്ഠയിലൂടെ സഞ്ചരിക്കുവാനും അതുവഴി സ്വർഗം നേടിയെടുക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളായ മുത്തവക്കിലീങ്ങളായ മുവഹിദുകളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ തടവറയിൽ നിന്നും ഇസ്ലാം പുൽകിയവരെയും വെളിച്ചം നുകർന്നവരെയുമാണ് നമ്മൾ സംസാരിച്ചതും ചർച്ചക്കെടുത്തതും. ജയിലിനകത്തും പുറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് വന്നണഞ്ഞ ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളുമൊക്കെ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. പല ആളുകളും ജീവിത ലക്ഷ്യം, പർപ്പസ് ഓഫ് ലൈഫ്, ജീവിത ലക്ഷ്യം എന്താണ് എന്ന അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ ഇസ്ലാമിലേക്ക് അണയുകയും എത്തിച്ചേരുകയും, എന്നാൽ മറ്റു ചില ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭൗതികത, അതിൻ്റെ ബുദ്ധിപരമായ തലം, അതിൻ്റെ പ്രാമാണികമായിട്ടുള്ള മാനങ്ങൾ, ചൂഷണമുക്തമായ വിശ്വാസ വിഷയങ്ങൾ, ദർശനം, അത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് എത്തിച്ചേരുമ്പോൾ മറ്റു ചില ആളുകൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനവും ആലോചനയും, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത പദ്ധതി, അതിൻ്റെ വശ്യത, അതിൻ്റെ സന്ദേശം, അതിൻ്റെ പ്രായോഗികത, പൂർണ്ണത മനസ്സിരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിനയാന്വിതരായ അടിമകളായി തീരുകയും ചെയ്യും.
ഇങ്ങനെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ ഭിന്ന ഭാഗങ്ങളും മുഖങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാരണത്തെ സംബന്ധിച്ചാണ് പുതിയ കാല വിഷയങ്ങളും സംഭവങ്ങളുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് അല്പസമയം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇസ്ലാം സ്വീകരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റീസണാണ് ഇസ്ലാമിലെ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അഥവാ ഇക്വാളിറ്റി ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ സമത്വ സാഹോദര്യ സുന്ദര സന്ദേശം. നമുക്കറിയാം, മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ വൈഷമ്യങ്ങളിൽ ഒന്നാണ് മനുഷ്യർക്കിടക്കുള്ള ജാതിപരമായ വിവേചനം. അഥവാ ജന്മം, വർണ്ണം, ഗോത്രം, വംശം, അതിനകത്ത് മതം, വിദ്യാഭ്യാസം, തൊഴിൽ, അതേപോലെ തന്നെ ഭക്ഷണം, വസ്ത്രം, താമസം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിവേചനങ്ങൾ മനുഷ്യർക്കിടക്ക് പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാജ്യം, ലോകം, സമൂഹമൊക്കെ പുരോഗമനത്തിലേക്കാണ്. AI കാലമാണ്. മനുഷ്യൻ ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് വലിയ വായിൽ സംസാരിക്കപ്പെടുന്ന വലിയ സന്ദേശങ്ങൾ സമൂഹ സമക്ഷം സമർപ്പിക്കപ്പെടുന്ന ഒരു സമകാലിക ലോകത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വലിയ പ്രയാസ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് റിപ്പോർട്ടുകൾ ആ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദശകങ്ങൾക്കിടക്ക്, വർഷങ്ങൾക്കിടക്ക്. നമുക്കറിയാം, അമേരിക്കയിൽ 2020 മിനിസോട്ട എന്ന് പറയുന്ന സ്റ്റേറ്റിലെ മിനിയാപോളിസ് എന്ന് പറയുന്ന നഗരത്തിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന കറുത്ത വംശജനായ ആഫ്രോ അമേരിക്കൻ വംശജൻ, അദ്ദേഹത്തിൻ്റെ പക്കൽ $20 അന്യായമായത്, $20 മോഷ്ടിക്കപ്പെട്ടത്, അതല്ലെങ്കിൽ നിയമപരമല്ലാത്തത് എന്ന രൂപത്തിൽ ആരോപിക്കുകയും ആ മനുഷ്യനെ ഒരു പോലീസുകാരൻ നിഷ്ഠൂരമായി വകവരുത്തി കളയുകയും ചെയ്തത്. ഡെറിക് ഷോവിൻ എന്ന് പറയുന്ന പോലീസുകാരൻ ജോർജ് ഫ്ലോയിഡിനെ പിടിച്ചു വെച്ച് ആളുകൾ നോക്കി നിൽക്കെ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. ഈ കറുത്ത വംശജനായ ജോർജ് ഫ്ലോയിഡിന്റെ കഴുത്തിലേക്ക് ഈ വെളുത്ത വംശജനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഡെറിക് ഷോവിൻ തൻ്റെ കാൽമുട്ട് കയറ്റി വെക്കുകയും എന്നിട്ട് ഞെരിക്കുകയും അതിനിടയ്ക്ക് ഈ മനുഷ്യൻ വിലപിക്കുന്നു, പറയുന്നുണ്ട്, പ്ലീസ് ഐ കാൺ ബ്രീത്ത്, എനിക്ക് ശ്വസിക്കാൻ സാധിക്കുന്നില്ല. 9 മിനിറ്റും 29 സെക്കൻഡും അത് നീണ്ടു നിന്നു. അവിടെ കുഴഞ്ഞു വീണ് ജോർജ് ഫ്ലോയിഡ് മരിക്കുന്നു. അത് BLM എന്ന് പറയുന്ന വലിയ ക്യാമ്പയിനിലേക്ക് എത്തുകയാണ്. ആഗോളതലത്തിൽ തന്നെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ, അഥവാ കറുത്തവന്റെ ജീവിതവും പ്രധാനമാണ് എന്ന്. അപ്പൊ ഇങ്ങനെ വംശത്തിന്റെ, നിറത്തിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, പുരോഗമനം, വികസിതം, ഉയർന്ന ചിന്താഗതി ഉള്ളവർ എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളിൽ, നാടുകളിൽ, യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുസ്തകങ്ങൾ ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതേപോലെ തന്നെ ഭരണകൂടം തന്നെ കറുത്തവരായ മനുഷ്യരോട് കാണിക്കുന്ന അന്യായ അനീതിയെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട പഠനം നടത്തിയ മറ്റൊരു പുസ്തകമാണ് ജസ്റ്റ് മേഴ്സി എന്ന് പറയുന്ന പുസ്തകം. ഇതൊക്കെ അമേരിക്കൻ, യൂറോപ്യൻ നാടുകളിലെ വർണ്ണവെറിയുമായി, വംശീയതയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടതാണ്. അതിനിടക്ക് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്വാലിറ്റി, സമത്വം, മനുഷ്യരെ ഒന്നായി കാണുന്ന ആശയം, ദർശനം എവിടെയെന്ന അന്വേഷണം പല ആളുകൾ അതിനിടക്ക് നടത്തുന്നു. എന്നിട്ട് മനുഷ്യ സമത്വം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം പുൽകുന്ന കാഴ്ചയും കാണുകയാണ്. 1942 ജനിച്ച് 2016 മരിച്ച അമേരിക്കൻ ബോക്സർ കാഷ്യസ് ക്ലേ, അദ്ദേഹം 1960 റോമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടി രാജ്യത്തേക്ക് അമേരിക്കയിലേക്ക് വരികയാണ്. പിന്നീട് അദ്ദേഹം ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. കറുത്ത വംശജർക്ക് ഇവിടെ ഭക്ഷണമില്ല, ബ്ലാക്ക്സ് നോട്ട് ഫുഡ് ഹിയർ, കറുത്തവർക്ക് ഇവിടെ ഭക്ഷണമില്ല എന്ന വർണ്ണത്തിന്റെ പേരിലെ വേർതിരിവ് സഹിക്കവയ്യാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെയുള്ള അനുഭവം ഇദ്ദേഹത്തിനും ഉണ്ടായി. കിട്ടിയ മെഡൽ, സ്വർണ്ണ മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം മനുഷ്യത്വമുള്ള ആശയം തേടിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചത് 1964 അദ്ദേഹം പ്രഖ്യാപിച്ചു, നൗ ഐ ആം നോട്ട് കാഷ്യസ്, ഐ ആം കാഷ്യസ് എക്സ്, ഞാൻ എക്സ് കാഷ്യസ് ആണ് എന്ന്. ചില ആളുകളുണ്ടല്ലോ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കണം. അപ്പൊ ഈ കാഷ്യസ് ക്ലേ പറയാം, ഐ ആം എക്സ് കാഷ്യസ്, ഇപ്പോൾ ഞാൻ കാഷ്യസ് അല്ല, ബട്ട് ഐ ആം എ മുസ്ലിം ആൻഡ് മൈ നെയിം ഈസ് മുഹമ്മദ് അലി
എന്ന് പറഞ്ഞ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. 1972 മക്ക സന്ദർശിക്കുന്നു, മദീനയിലേക്ക് വരുന്നു. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമതായി നമ്മിൽ പലരും നിർവഹിച്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ പരന്നൊഴുകുന്ന അറഫ മണ്ണിൽ സമ്മേളിക്കുന്ന ചടങ്ങിന്, ഹജ്ജിന് മുഹമ്മദ് അലി പങ്കെടുക്കുകയും അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുക, ഒരേ ഒരു സൃഷ്ടാവിനെ ഒരേ ഒരു മന്ത്രവുമായി ഒരേ വസ്ത്രത്തിൽ ഒരേ മണ്ണിൽ നിന്നുകൊണ്ട് ആരാധിക്കുവാനുള്ള സുലഭമായ സന്തോഷകരമായ അവസരം ഇസ്ലാം സ്വീകരിച്ചതിലൂടെ എനിക്ക് വന്നണഞ്ഞിരിക്കുകയാണ്. അതാണല്ലോ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ വർണ്ണം, ഭാഷ, ദേശം, ഇതിൻ്റെ കതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഒരേ ഒരു സൃഷ്ടാവിലേക്ക് മനുഷ്യരൊന്ന് ദൈവമൊന്ന് എന്ന ആശയത്തിന്റെ പ്രായോഗികമായ പ്രതിഫലന പതിപ്പായി പ്രകടനമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. ഇത് ആഗോളതലത്തിൽ മനുഷ്യർക്കിടക്ക് വിവേചനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യവും പരിഹാരവും അന്വേഷിച്ച് ഇസ്ലാം നൽകുന്ന സമയത്ത് നിലവിൽ നമ്മുടെ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതേപോലെ തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 17 ജാതി വിവേചന നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. രോഹിത് വെമുല നമ്മൾ മറന്നിട്ടില്ല. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhD ഗവേഷണ വിദ്യാർത്ഥിയായ ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുല ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അദ്ദേഹത്തെ ജാതീയമായ വിവേചനത്തിന്റെ പേരിലാണ്. UP-യിൽ, ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ദളിത് പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിന്, മാനഭംഗത്തിന് വിധേയമായി. എന്നിട്ട് അതിനുശേഷം കത്തിച്ച് കളഞ്ഞു. പിന്നാക്ക വിഭാഗം ഈ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട്. ദളിത് കുട്ടികൾ വിദ്യാഭ്യാസ കലാലയങ്ങളിൽ ഭക്ഷണത്തിൽ വേർതിരിവ്, ദളിത് വിദ്യാർത്ഥികൾക്ക്, പിന്നാക്കക്കാർക്കൊരു ഭക്ഷണം, അവർക്കൊരു ഇരിപ്പിടം, അതേപോലെ തന്നെ അവരുടെ കുടിവെള്ളം വേറെ ഒരു രൂപത്തിൽ, ഇങ്ങനെ പല വിധത്തിലായി ഡിസ്ക്രിമിനേഷന് വിധേയമായി കൊണ്ടിരിക്കുക. ഹയർ ബോഡി വിദ്യാഭ്യാസ രംഗത്ത് കോളേജുകളെ, യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യുന്ന സിലബസുകളും എക്സാമുകളും ഒക്കെ മോഡിഫൈ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC പോലും സർക്കുലർ അയക്കുകയാണ് യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടി. എന്തിനു വേണ്ടി? ഈ രൂപത്തിലുള്ള ജാതീയമായ വേർതിരിവുകളിൽ പരിഹാരമുണ്ടാക്കണം, സമിതികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ഇനി ഏത് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാലും. ഒരു തൊട്ടടുത്ത സ്റ്റേറ്റിലാണ് പഞ്ചായത്തിലെ പ്രസിഡന്റ് ദളിത് വിഭാഗത്തിൽ നിന്നായതുകൊണ്ട് പോയ വർഷങ്ങളിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഫ്ലാഗ് ഉയർത്താൻ സമ്മതിക്കാതെ പോയത്. ഇനിതങ്ങ് ഉത്തരേന്ത്യൻ സ്റ്റേറ്റിലല്ലേ, മറ്റ് സ്റ്റേറ്റുകളിലല്ലേ? ഇവിടെ പുരോഗമന, പരിഷ്കൃത, നവോത്ഥാന പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള മണ്ണിൽ ആ വക ഒന്നുമില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും, കേരളത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, അതേപോലെ തന്നെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡീന് തന്നെയാണ് ജാതി അധിക്ഷേപം നടത്തിയ ഒരു വിദ്യാർത്ഥിയുടെ PhD തിസീസ് തിരസ്കരിച്ച് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കും വൈസ് ചാൻസലർക്കും നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവരുടെ കീഴിൽ ആ കുട്ടി പഠനം നടത്തിയത്, ആ വിദ്യാർത്ഥി. എന്നിട്ട് എല്ലാം നടത്തി. പിന്നെ അതുമായി ബന്ധപ്പെട്ട സെമിനാർ, ഓപ്പൺ ഡിബേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പറയാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സമരവും കോലാഹലവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റിയിൽ നാനോ സയൻസിലെ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. ഇതേപോലെ തന്നെ പിന്നാക്കക്കാരിയാണ്. അവളും വിവേചനം നേരിട്ടപ്പോൾ അവകാശം നേടിയെടുക്കാൻ വേണ്ടി സമരവും സത്യാഗ്രഹവും ചെയ്യേണ്ടി വന്നത് ഈ മലയാളക്കരയിലാണ്. പുരോഗമന നാട്യം ആവർത്തിച്ച് പറയപ്പെടുന്ന ഈ സ്റ്റേറ്റിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത്, ഏതെടുത്തു കഴിഞ്ഞാൽ സാംസ്കാരിക രംഗത്ത്, ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി വിരമിച്ചു, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്. പിന്നെ ആ ജാതിയേക്കാളും മേലെ മുകളിലുള്ള ജാതിയിൽപ്പെട്ട ഒരാളാണ് അടുത്തത് അവിടെ വരുന്നത്, ചാർജ് എടുക്കുന്നത്. ചാണകം തെളിച്ചുകൊണ്ട് ശുദ്ധിയാക്കിയത് പിന്നെ നമ്മുടെ ഈ അടുത്തുള്ള ഒരു ജില്ലയിലാണ്. നിങ്ങൾ മനുഷ്യനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക ഏത് തരത്തിലും. ഇനി സാധാരണക്കാരുടെ അവസ്ഥ മാത്രമാണ്. ഒരു മന്ത്രി വരെ പറഞ്ഞില്ലേ, ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട് പോയ വർഷത്തിൽ ആ മന്ത്രിയുടെ പ്രയാസം പങ്കുവച്ചില്ലേ, എനിക്ക് ജാതീയമായ വിവേചനം ഇന്ന ആരാധനാലയത്തിൽ വെച്ച് ഉണ്ടായി എന്ന് അധികാരത്തിലുള്ള ഒരു മന്ത്രിക്ക് പോലും ഒരു ആധുനിക കാലത്ത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലേക്ക് ഇടക്ക് മടങ്ങുന്നത് നല്ലതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മഉ വഅതിഉ
വഇൻ ഇസ്തുഅമില അലൈക്കും അബ്ദുൻ ഹബ്ശിയ്യുൻ കഅന്ന റഅസഹു സബീബ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇസ്മഉ, നിങ്ങൾ കേൾക്കണേ, വഅതിഉ, നിങ്ങൾ അനുസരിക്കണേ. വഇൻ ഇസ്തുഅമില അലൈക്കും അബ്ദുൻ ഹബ്ശിയ്യുൻ, ഒരു എത്യോപ്യൻ അടിമയാണ്, ഒരു കറുത്ത വംശജനാണ്, ഒരു നീഗ്രോയാണ് നിങ്ങളുടെ അധികാരിയായി, ഉദ്യോഗസ്ഥനായി, ഭരണാധികാരിയായി, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതാവായി അലങ്കരിക്കപ്പെടുന്നത്, നേതൃത്വത്തിൽ എത്തുന്നത് എങ്കിൽ കഅന്ന റഅസുഹു സബീബ, അവന്റെ തല ചുരുണ്ട് ഒരു ഉണക്കമുന്തിരിക്ക് സമാനമാണെങ്കിലും അവനെ നിങ്ങൾ അനുസരിച്ചു കൊള്ളണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ടേ പറഞ്ഞു വെക്കുക മാത്രമല്ല ചെയ്തത്, പ്രായോഗികമായി സമത്വ സാഹോദര്യത്തിന്റെ നല്ല കാഴ്ചകൾ സഹാബികൾക്കിടക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് മക്ക വിജയത്തിന്റെ സമയത്ത് ബിലാൽ ഇബ്നു റബാഹ്, കാപ്പിരിയായ നീഗ്രോ അടിമയായിരുന്നില്ലേ, ബിലാൽ ഇബ്നു റബാഹിനെ വിളിച്ചുകൊണ്ട്, ബിലാൽ എവിടെ? അയിന ബിലാൽ മുഅദ്ദിനുർ റസൂൽ, പ്രവാചകന്റെ ബാങ്ക് വിളിക്കാരൻ ബിലാൽ എവിടെ എന്ന് ചോദിക്കുകയാണ്. ബിലാൽ വരികയാണ്, ഇവിടെ ഉണ്ട് പ്രവാചകരെ എന്ന്. ആ സമയത്ത് പറയാം, ബിലാൽ നീ കയറി ബാങ്ക് കൊടുക്കണം. ഖുറൈശി പ്രമാണിമാരുണ്ട്, പൗരപ്രമുഖരുണ്ട്, ഉന്നത കുലജാതരുണ്ട്. എന്നാൽ ബിലാൽ ഇബ്നു റബാഹിനോട് ബാങ്ക് വിളിക്കാൻ പറയാ. അവസരം പലർക്കും കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ പ്രവാചകൻ കൊടുത്തത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനാണ്. ആ ബിലാലിനെ കുറിച്ചും സിദ്ദീഖുൽ അക്ബറിനെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അബൂബക്കർ സയ്യിദുനാ, അബൂബക്കർ നമ്മുടെ നേതാവാൻ, അഅ്തഖ സയ്യിദനാ, നമ്മുടെ നേതാവായ ബിലാലിനെ മോചിപ്പിച്ച, അടിമമോചനം നടത്തിയ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ എന്ന് പറയാ. രണ്ടാളെയും സയ്യിദായി, നേതാവായി കണക്കാക്കാൻ പാകത്തിലുള്ള കാഴ്ചപ്പാട് അവർക്ക് നൽകിയത് വിശുദ്ധ ഇസ്ലാമാണ്, വിശുദ്ധ ഖുർആൻ. ആമുഖമായി ഓതി വെച്ച ആയത്ത് 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്ത് 13-ാം സൂക്തം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നാമാണ് നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. സർവരും ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്, ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് എന്തിനു വേണ്ടിയാ? ജന്മം കൊണ്ടാരും ഉന്നതരാകൂല, മരണം കൊണ്ടാരും ഉന്നതരാകൂല, വേഷഭൂഷാദികൾ കൊണ്ട് ഉന്നതരാകുകയില്ല. ഇന്ന കുടുംബം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, നിറം കൊണ്ട്, നാടുകൊണ്ട്, വീട് കൊണ്ട് ആരും നിങ്ങളിൽ കേമന്മാരായി തീരുകയില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടോ, ധർമ്മനിഷ്ഠയുണ്ടോ, ഭയഭക്തിയുണ്ടോ എങ്കിൽ നിങ്ങളിൽ ഉന്നതരായി തീരുമെന്നാ പഠിപ്പിച്ചത്. അതല്ലാതെ നാവുകൊണ്ട്, നോട്ടം കൊണ്ട്, അല്ലെ, പല രൂപത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് മനുഷ്യരെ, അവരുടെ അഭിമാനത്തെ താഴ്ത്തിക്കളയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാതിയുമായിട്ട് ബിലാൽ വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു വരികയാണ്. മനുഷ്യ സഹജമായ സംഭവം. അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്കുണ്ടായ സമയത്ത് അബൂദർ ബിലാൽ ഇബ്നു റബാഹിനെ വിളിച്ച്, യബ്ന സൗദാ, യബ്ന സൗദാ, കറുത്ത ഉമ്മയുടെ മകനെ, കറുത്ത ഉമ്മയുടെ മകനെ. ബിലാൽ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല. പ്രവാചകന്റെ സന്നിധിയിൽ ചെന്നു, ഇങ്ങനെ ഉണ്ടായി എന്ന് പറയാ. ആ സമയത്ത് അബൂദറിനെ പ്രവാചകനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നക അംറൂൻ, അബൂദർ നീ ഒരു മനുഷ്യനാണ് കേട്ടോ, ഫീക്കൽ ജാഹിലിയ, നിന്നിൽ ജാഹിലിയത്തുള്ള മനുഷ്യനാണ് എന്ന്. എന്താ ജാഹിലിയത്ത്? വർഗവും വംശവും ഗോത്രവും നിറവുമൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം തമ്മിലടിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു പ്രവാചക നിയോഗത്തിന് മുമ്പിൽ അറബികൾ. ഒരു തുള്ളി കള്ളിനും പെണ്ണിനും മണ്ണിനും വേണ്ടി പരസ്പരം തമ്മിലടിച്ച സമൂഹത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ കുടക്കീഴിൽ അണിനിരത്തിയത്, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചത്, ഒരേ സൊഫിൽ നമസ്കരിപ്പിച്ചത്. പേർഷ്യയിൽ നിന്നുള്ള സൽമാനുൽ ഫാരിസിയെയും റോമിൽ നിന്നുള്ള സുഹൈബർ റൂമിയെയും കറുത്ത കാപ്പിരിയായ ബിലാൽ ഇബ്നു റബാഹിനെയും ഉന്നത കുലജാതനായ സിദ്ദീഖുൽ അക്ബറിനെയും ഒരേ സൊഫിൽ അണിനിരത്തി നമസ്കരിപ്പിച്ച് സമത്വം പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫീക്കൽ ജാഹിലിയ, ജാഹിലിയത്തുണ്ട്, എന്നിൽ ജാഹിലിയത്തുണ്ട് ട്ടോ അബൂദർറെ. ആ സമയത്ത് ഇത് കേട്ട് അബൂദർ ബിലാലിന്റെ കാൽക്കൽ വീഴാൻ, ബിലാലിന്റെ കാല് പിടിച്ച് അബൂദർ റളിയല്ലാഹു അൻഹു തന്റെ തലയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട്, നീ ചവിട്ടടാ, നീ ചവിട്ട് എന്ന് ആവർത്തിച്ച് പറയാ. ആ സമയത്ത് ബിലാൽ ഇബ്നു റബാഹ് പറയാ, വേണ്ട, അള്ളാഹുവിന്റെ വഴിയെ ഞാൻ നിനക്ക് ക്ഷമ നൽകിയിരിക്കുക, ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. അബൂദർ എഴുന്നേൽക്ക്. ഇതാണ് സഹാബികൾ തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വാക്കുകൊണ്ടുപോലും ഒരു മനുഷ്യനെ ഇകഴ്ത്താൻ പാടില്ല. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തി പറയുന്നവനും പരിഹസിക്കുന്നവനും കുറവാക്കുന്നവനും നാശം എന്ന് പറയാം, അല്ലേ? വാക്കുകൊണ്ട് പോലും പറയില്ല. എന്നിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ഡിസ്ക്രിമിനേഷനാ നടന്നുകൊണ്ടിരിക്കുന്നത്. ജുലൈബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ജുലൈബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഒരു സഹാബിയാണ്. പിന്നെ കുടുംബ വംശ പരമ്പരൊന്നും അത്രത്തോളം ഇല്ലാത്ത സഹാബി എന്ന്.
എന്നാൽ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ജുലൈബ് വിരൂപനാണ്, സൗന്ദര്യമില്ലാത്തവനാണ്, മുഖത്ത് കുഴികളും മുഴകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഭക്തനായിരുന്നു. അഡ്രസ് ഇല്ലാത്ത ജുലൈബിന് പ്രവാചകൻ അഡ്രസ്സ് കൊടുക്കാൻ, ജുലൈബെ കല്യാണം കഴിക്കണ്ടേ എന്ന് പറയുക. ആര് പെണ്ണ് തരാൻ? അല്ല, കല്യാണം കഴിക്കണം. അൻസാരി പെണ്ണിനെ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിപ്പിക്കുകയാണ്. പിന്നീട് ജുലൈബ് ഉഹുദിന് ശേഷം നടന്ന മറ്റൊരു യുദ്ധത്തിൽ മരിക്കുക. പ്രവാചകൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ്, ഒരാളെ നഷ്ടപ്പെട്ടതായി കാണാത്തതായി ഫീൽ ചെയ്യുന്നല്ലോ, എവിടെ പോയി എന്ന്. ആരാണ് പ്രവാചകരെ താങ്കൾ അന്വേഷിക്കുന്നത്? നമ്മുടെ ജുലൈബ് എവിടെയെന്ന്. അങ്ങനെ നോക്കുമ്പോൾ മണലിൽ മുഖം താഴ്ത്തി ഷഹീദായി കിടക്കുന്ന ജുലൈബിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജുലൈബിന്റെ അടുത്ത് നിന്നുകൊണ്ട് ജുലൈബിന്റെ മുഖം തിരിച്ച് ആ നെറ്റിത്തടത്തിൽ നിന്ന് മണൽ മാറ്റിക്കൊണ്ട് ഷഹീദായി കിടക്കുന്ന ജുലൈബിന്റെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ മിന്നി, ഈ ജുലൈബ് എന്നിൽ നിന്നുള്ളവനാണ്, വഅന മിൻഹു, ഞാൻ അവനിൽ നിന്നുമുള്ളവനാണ്. ജുലൈബ് എന്നിൽ നിന്നും ഞാൻ അവനിൽ നിന്നുമുള്ളവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഒഴുകി. അത് ആഗോളതലത്തിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ കൊച്ചു സംസ്ഥാനം അടക്കം ഇസ്ലാം വ്യാപനത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കീഴാള ജനവിഭാഗം ജാതീയത കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഒരു ഇമാമിന്റെ കീഴിൽ പണക്കാരനെന്നോ പണിക്കാരനെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ രാജാവെന്നോ പ്രഭയെന്നോ കച്ചവടക്കാരെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ ഒരു ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന രംഗം കാണുന്ന ആ കാഴ്ചയിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അഡ്രസ് ഉണ്ടാകും, അസ്തിത്വം ഉണ്ടാകും, സ്വത്വമുണ്ടാകും എന്ന് വിചാരിച്ച് ഇസ്ലാം പുൽകുകയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാന്റെ സവിധത്തിൽ തഖ്വയുള്ളവരാണ്. വലഖദ് കറംനാ ബനി ആദം, സർവ മനുഷ്യരെയും ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അള്ളാഹു ആദരിച്ച മനുഷ്യരെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, വർഗം പറഞ്ഞ്, വർണ്ണം പറഞ്ഞ്, സൗന്ദര്യം പറഞ്ഞ്, നിറം പറഞ്ഞ്, കുടുംബം പറഞ്ഞ് ആക്ഷേപിക്കുവാൻ ആരാണ് നമുക്ക് അവകാശം നൽകിയിട്ടുള്ളത് എന്ന് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ സമ്പൂർണമായി സ്വീകരിക്കണം, വിധിവിലക്കുകൾ മാനിക്കണം, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرى الله واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി അള്ളാഹുവിൻ്റെ ദീനിലും വിശ്വാസത്തിലും മതത്തിലും പ്രവേശിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തിങ്കൾ നമ്മുടെ രാജ്യത്തെ നടുക്കിയ സ്ഫോടനം ഡൽഹിയിൽ ചെങ്കോട്ടയുടെ അടുത്ത് നടന്നത് നമ്മൾ അറിയുകയും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത തകർക്കുന്ന, സാഹോദര്യം നശിപ്പിക്കുന്ന വിധത്തിലുള്ള വിദണ്ഡ പ്രവർത്തനങ്ങൾ പല വിധത്തിലായിട്ട് നമ്മുടെ രാജ്യം പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള പാരമ്പര്യവും ചരിത്രവും തീർച്ചയായും നമ്മുടെ മണ്ണിനുണ്ട്. അതുകൊണ്ട് ആകാംക്ഷക്കപ്പുറം അന്വേഷണങ്ങൾ നടക്കണം, സുതാര്യമായ അന്വേഷണങ്ങൾ നടക്കണം. ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വർഗീയതക്കൊന്നും മതമില്ല എന്ന് പറയുന്നവരാണ് നമ്മൾ. പക്ഷേ നമുക്കറിയാം, പുതിയ കാലത്ത് എവിടെ എന്ത് കത്തിയാലും കത്തിച്ചാലും പൊട്ടിയാലും സ്ഫോടനം നടന്നാലുമൊക്കെ ഇസ്ലാമിക സമൂഹത്തെ അരിക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം പലപ്പോഴും ഓവർ സ്മാർട്ടായിക്കൊണ്ടാണ് പ്രസ്താവനകളും അപലപനങ്ങളും ഒക്കെ ഇറക്കാറുള്ളത്. കാരണം ഭീകരവാദത്തിനും തീവ്രവാദത്തിനും അത് ആര് ചെയ്താലും ആ ചെയ്തവൻ്റെ ജാതിയും മതവും നോക്കാതെ തന്നെ ഭീകരവാദിയാണ്, തീവ്രവാദിയാണ് എന്ന നിർവചനമാണ് കൊടുക്കാറുള്ളത്. അതാണ് ഈ ഉമ്മത്ത് ആദ്യം മനസ്സിലാക്കേണ്ടത്. രാജ്യത്തും ലോകത്തുമൊക്കെ പലതും സംഭവിക്കും, ചൂളിപ്പോകാതിരിക്കുക എന്നതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ മഹത്വം ഇത്രമേൽ ഉദ്ഘോഷിച്ച ഒരാശയത്തിലും ആദർശത്തിലും ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രവാചകന്റെ അറഫ മണ്ണ് നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത് ഹറാമുൻ അലൈക്കും,
മനുഷ്യരെ നിങ്ങൾക്കിടക്ക് പരസ്പരം പവിത്രമായി നിങ്ങൾ നിലനിർത്തണം, ഈ നാടിനെ പോലെ, ഈ ദിനത്തെപ്പോലെ എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കിയവരാണ്. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ കഅന്നമാ ഖതലന്നാസ ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമാനമാണ്. എന്നാൽ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ ഭൂമിയിലുള്ളവർക്കൊക്കെ ജീവിത സൗകര്യം ചെയ്തു കൊടുത്തതിന് സമാനമാണ്. അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ആശയമാണ് നമ്മുടെ അഘബലം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആദർശം എന്ന് പറയുന്നത്. ചൂളിപ്പോകേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഒരു യുക്തിവാദി എസൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം, യുക്തിവാദികളുടെ സമ്മേളനം ഈ അടുത്താണ്. അവിടെയൊക്കെ ഒരു തോക്കുമായിട്ട് ഒരുത്തൻ കയറി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പൊടിക്ക് ഉമ്മത്ത് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായില്ല നിങ്ങൾ? ഒരു പൊടിക്ക് ഈ കൗമ രക്ഷപ്പെട്ടു. കാരണം എന്താ? തോക്കുമായി കയറിയവന്റെ പേര് മുസ്ലിം നാമധാരിയല്ല, മുസ്ലിം പേരല്ല എന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പം അങ്ങനെ എപ്പോഴും ഒരു ഞെട്ടിക്കൊണ്ടിരിക്കുക. ഈ രൂപത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആകാംക്ഷയും ആശങ്കയും അസ്വസ്ഥതയും പേര് ജീവിക്കേണ്ട ഗതികേടി ഉമ്മത്തിനുണ്ടാകേണ്ട ആവശ്യമില്ല. പ്രജ്ഞാ സിംഗ് താക്കൂര്, മലേഗാവ് സ്ഫോടനം, മക്കാ മസ്ജിദ് സ്ഫോടനം, കേണൽ പുരോഹിത്, ആരാ ഗാന്ധിജിയെ വകവരുത്തിയത്? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതേ മെമ്പറിൽ വെച്ച് തന്നെ 13 വർഷവും 19 വർഷവും ഒക്കെ ജയിലിലിട്ട് അവസാനം നിരപരാധികളാണെന്ന് പറഞ്ഞ് ബോംബെ ട്രെയിൻ സ്ഫോടനത്തിലെ 19 വർഷം കമാൽ അൻസാരിയുടെ മയ്യത്തിന്റെ അടുത്ത് നിന്നുകൊണ്ടാണ് അബ്ദുൽ വാഹിദ് ഷെയ്ഖ് എന്ന് പറയുന്ന ഇന്നസെൻസ് പ്രിസണേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി പോരാട്ടം നടത്തി കോടതി കയറി ഇറങ്ങിക്കൊണ്ട് 10-11 ആളുകൾ നിരപരാധികളാണ് എന്ന് തെളിയിച്ച് പുറത്തേക്ക് വിടുകയും, എന്നാൽ ആ പുറത്തു വിട്ടവരിൽ 4 വർഷം മുമ്പേ കോവിഡ് കാലത്ത് മരിച്ചു വിരിഞ്ഞ അബ്ദുൽ വാഹിദ് ഷെയ്ഖിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നുകൊണ്ട് കോടതി വിധി വായിക്കുകയും ചെയ്ത രംഗം ഈ അടുത്താണ് നമ്മൾ കേട്ടതും വായിച്ചത് അല്ലേ? നിരപരാധികളെ വെറുതെ വിട്ടില്ല, അടുത്തിരുന്നു കൊണ്ട് വായിക്കുകയാണ്. നിങ്ങൾ നിരപരാധിയാണ് എന്ന് കോടതി തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഏത് നാമധാരികളായിരുന്നാലും യാതൊരു സങ്കോചവും പ്രശ്നവുമില്ല. കാരണം ഇസ്ലാമിന്റെ തീവ്രതയും ഭീകരതയും വർഗീയതയും ഒന്നും പരിചയമില്ല എന്ന് മാത്രമാണ്. പക്ഷേ പലതും പല ഇസ്ലാമോഫോബിക്കും നടന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ ഭീകരസ്ഫോടനമാണ് നടത്തിയത് മാർട്ടിന്റെ UAPA വരെ പിൻവലിക്കുക ചെയ്തത്. ഏതോ 2 ചെറുപ്പക്കാർ പുസ്തകം വായിച്ച് അവരുടെ മേലെ UAPA ചുമത്തുകയും, എന്നാൽ മാർട്ടിന്റെ UAPA പിൻവലിക്കുകയും ചെയ്ത വാർത്ത 8-9 ആളുകളെയാണ് മാർട്ടിൻ കൊലപ്പെടുത്തിയത്. ആ മാർട്ടിന്റെ മതമേത, ആശയമേത, ആ മാർട്ടിൻ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശമേതാണ്, വേദഗ്രന്ഥം ഏതാണ്, പരിസരം ഏതാണ്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആരെങ്കിലും പറഞ്ഞു? ഏതെങ്കിലും ക്രൈസ്തവ സംഘടനകൾ അപലപിക്കേണ്ടി വന്നോ? അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല, ബൈബിള് അതേപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ് ഇത് പഠിപ്പിക്കുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും ഒരു പ്രസ്താവന നമ്മൾ കണ്ടോ? പ്രജ്ഞാ സിംഗ് താക്കൂരും അതല്ലാത്ത സ്വാമിമാരും പിടിക്കപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും കേരളത്തിലെയോ ഇന്ത്യയിലെയോ സാമുദായിക സംഘടനകള്, ഹൈന്ദവ സംഘടനകൾ വന്നുകൊണ്ട് ഞങ്ങൾക്കതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കുന്ന രംഗം നമ്മൾ കാണാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതിനൊന്നും ജാതി മതമൊന്നും ആരും വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല എന്ന് ഇസ്ലാമിക സമൂഹം ആദ്യം മനസ്സിലാക്കുക. അവരൊക്കെ ഇസ്ലാം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ മുസ്ലിം നാമധാരികളാണെങ്കിൽ എന്നോ അവർ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ്. കാരണം നിരപരാധികളെ വേട്ടയാടാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു ബഹുസ്വര സമൂഹം, ഒരു പ്ലൂറൽ സൊസൈറ്റിയെ സർഗാത്മകമായി അംഗീകരിക്കുന്ന, അതിനനുസരിച്ച് അയൽപക്ക ബന്ധവും സാഹോദര്യ ബന്ധവും നിലനിർത്തുന്ന പാഠശാലയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറയുന്ന സമയത്ത് സ്വന്തം അങ്കി അയൽപക്കത്തുള്ള ജൂതന്റെ വീട്ടിൽ പണയം വെച്ചിട്ടുണ്ട് എന്ന ചരിത്രം നമ്മൾ പറയാറുണ്ട്, പ്രാമാണികമായി ഉദ്ധരിക്കാറുണ്ട്. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ മദീനയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാരഥ്യം ഏറ്റെടുത്തിട്ടുണ്ട്. സമ്പൂർണമായി മദീനയും മക്കയും പ്രവാചകന് വിധേയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും പ്രവാചകന്റെ അയൽപ്പക്കത്ത് ജൂതനായ മനുഷ്യൻ സമാധാനത്തോടുകൂടി ജീവിക്കുകയും സഹവർത്തനം അനുഭവിക്കുകയും സഹവർത്തനത്തിന്റെയും സഹിഷ്ണുതയുടെയും ഭാഗമായി കൊണ്ട് പ്രവാചകൻ കൊണ്ടുകൊടുക്കലുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇറ്റ്സ് ഇസ്ലാം. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഇത് ഈ മെസ്സേജ് അറിയിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുമുള്ള വർഗീയ ധ്രുവീകരണങ്ങളിൽ നിന്ന്, വെറുപ്പിന്റെ വ്യാപാരങ്ങളിൽ നിന്ന്, വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെയും ഉമ്മത്തിനെയും അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തെയും സംരക്ഷിക്കുമാറാകട്ടെ. ആരൊക്കെയാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ, കുബുദ്ധികളെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുറത്തു കൊണ്ടുവരുമാറാകട്ടെ. അള്ളാഹുവെ, വലിയ തരത്തിലുള്ള പരീക്ഷണങ്ങളെ തൊട്ട് ഈ ഉമ്മത്തിനെ, സമൂഹത്തെ നീ സംരക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ സഫലമാക്കി തരയണമേ റബ്ബേ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളെ പുറത്ത് മാപ്പാക്കി തരയണമേ നാഥ. വിശുദ്ധ ഖുർആനിന്റെയും
പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ജീവിതം നയിക്കുകയും ഇസ്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മുത്തബിഉസ്സുന്നകളിൽ, പ്രവാചക അനുയായികളിൽ, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ഹലാലായ ഉദ്യമങ്ങളെ, ആഗ്രഹങ്ങളെ നീ സഫലമാക്കി തരണമേ റബ്ബേ. ഞങ്ങളിലെ രോഗികൾ, പ്രയാസപ്പെടുന്നവർ, ചികിത്സ തേടുന്നവർ ശമനം പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ ഭാര്യ ഇതൊരു മേജർ സർജറിക്ക് വിധേയമാകുകയാണ്. പടച്ച റബ്ബേ, നീ അനുകൂലമാക്കി കൊടുക്കണമേ. ആരോഗ്യദായകമായി ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണമേ. ഞങ്ങളുടെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും വേണ്ടപ്പെട്ടവരിലുമൊക്കെ പലവിധ അസുഖങ്ങളാൽ ചികിത്സ തേടുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുന്നവർ, അള്ളാഹുവെ നീ പൂർണ്ണ ശമനം നൽകണമേ നാഥ. വലിയ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ജനത, ഗസയിൽ, അള്ളാഹുവെ, പല രാജ്യങ്ങളിൽ, ആഫ്രിക്കയിൽ അശാന്തി പരത്താൻ ശ്രമിക്കുന്നവർ, പടച്ച റബ്ബേ നീ സംരക്ഷിക്കണമേ നാഥ. അതിജീവനം നൽകണമേ നാഥ. കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات